നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ കാണുന്നതൊന്നുമല്ല അവൻ, ഈ കാണിക്കുന്നതുമല്ല. ഇൻ്റർവ്യൂകളിൽ ചോദിക്കുമ്പോൾ ഫ്രാൻസിനെതിരെ നിങ്ങൾ തോക്കുമെന്ന് ചോദിക്കുമ്പോൾ തോൽക്കും, ഫ്രാൻസ് ഞങ്ങളെ തോൽപ്പിക്കും, പിന്നെ ഫ്രാൻസ് ചിലപ്പോൾ വേൾഡ് കപ്പ് പഠിക്കും. ഹാലൻഡ് പറയാണ് ബ്രസീലിനെതിരെ എന്താ ചാൻസ്, ഞങ്ങൾക്ക് തീരെ ചാൻസ് ഇല്ല. പിന്നെ പേടിക്കാതിരിക്കാൻ പറ്റും, ലോകത്തെ ഏറ്റവും മികച്ച വിങ്ങറല്ലേ. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതും കാണിക്കുന്നതും ഒന്നും അല്ല അവനെ ശരിക്കും പേടിക്കണം. ബ്രസീല് ഹാലൻഡിനെ ഭയന്നേ പറ്റൂ. വെറുതെ പറയുന്നതല്ല, ഹാലൻഡിൻ്റെ കണക്കുകൾ മാത്രം നോക്കിയാൽ മതി. 53 കളികളാണ് ഹാലൻഡ് നോർവേക്ക് വേണ്ടി കളിച്ചത്. എത്ര ഗോൾ അടിച്ചെന്നറിയോ? 60 ഗോളുകൾ. ഇങ്ങനെ കളിയേക്കാൾ കൂടുതൽ ഗോളുകൾ ഒരു കളി കളിച്ച് 2 ഗോൾ അടിക്കുന്ന പോലെയല്ല, 10 കളി കളിച്ച് 11 ഗോൾ അല്ലെങ്കിൽ 12 ഗോൾ പോലെയല്ല, 50 ഗോളുകളിലധികം. അതൊരു വല്ലാത്ത കൺസിസ്റ്റൻസിയാണ്. 53 കളികൾ 60 ഗോളുകൾ അദ്ദേഹം നോർവേക്കായിട്ട് നേടിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ 13 കൺസിക്യൂട്ടീവ് കോമ്പറ്റീവ് മത്സരങ്ങളിൽ ഗോൾ അടിച്ച് കഴിഞ്ഞു. 14ാമത്തെ മത്സരം ബ്രസീലിനെതിരെയാണ്. അവൻ ഗോൾ അടിക്കാതെ സൂക്ഷിച്ചോ. പിന്നെ 16 ഗെയിം വിൻ സ്ട്രീക്ക് വെൻ ഹീ സ്കോർഡ്. 16 മത്സരങ്ങളായി ഹാലൻഡ് ഗോൾ അടിച്ച ടീം ജയിക്കും. ആ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേൾഡ് കപ്പിലോ 5 ഗോളുകളായി. ഒരു നോർവേ താരം വേൾഡ് കപ്പിൽ നേടുന്ന ഏറ്റവും ഉയർന്ന ഗോളുകളാണ്. സോ ഹി കീപ്സ് മേക്കിംഗ് ഹിസ്റ്ററി. അത് തുടരുമ്പോൾ ബ്രസീലിനെതിരെ എന്നുള്ളതാണ് ചോദ്യം. ശരിയാണ്, ഗബ്രിയൽ മെഗല്ലസൊക്കെ അവിടെ ഉണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി ആഴ്സണൽ മത്സരത്തിൽ അവർ തമ്മിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ ഓർമ്മയില്ലേ? അവ വീണ്ടും ഉണ്ടാവുമോ എന്നുള്ളത് കണ്ടറിയണം. റോഡ്രിഗോ ഏതായാലും നേരത്തെ തന്നെ കണ്ടിട്ട് ഇപ്പോൾ ഹാലൻഡിൻ്റെ അക്കൗണ്ടിൻ്റെ താഴെ പോയി കമൻ്റ് ഇട്ടുണ്ട്. സംഗതിയൊക്കെ ഉഷാറാണ്, യു ഹാവ് വർക്ക്ഡ് സോ ഹാർഡ്, ഒക്കെ ഓക്കെയാണ്, ടേക്ക് എ ബ്രേക്ക് സൺഡേ, ഞായറാഴ്ച ഒരു ബ്രേക്ക് എടുത്തേക്ക് എന്നാ പറയുന്നത്. അപ്പോൾ ബ്രസീലിനെതിരെ കളിക്കണ്ട, അന്ന് ബ്രേക്ക് എടുത്തോ എന്ന് പറയാണ്. അപ്പോൾ അതാണ് പ്രശ്നം. ഹാലൻഡിനെ ഭയക്കണം. ഹാലൻഡ് എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അവരുടെ കോച്ച് ഹാലൻഡിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ നോക്കുകയാണ് നമ്മൾ. നോർവേയുടെ കോച്ച് സ്റ്റെയിൽ സോൾബക്കൻ പറയുന്നത് എങ്ങനെയാണ്: ഒരിക്കലും ഹാലൻഡിന് പകരം മറ്റൊരാളെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഐ വുഡ് നെവർ ട്രേഡ് ഹിം ഫോർ എനി വൺ. കാരണം എന്താണെന്നറിയോ? ഇന്ന് ലോകത്തുള്ള ഏറ്റവും മികച്ച ഗോൾ സ്കോറർ അവനാണ്. ഹീ ഈസ് ദി വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ഗോൾ സ്കോറർ. ആ കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ കളിയിൽ, ഐവറി കോസ്റ്റിനെതിരെയുള്ള കളിയിൽ അവൻ അത്രയധികം ഇൻവോൾവ് ആയിരുന്നില്ല. പക്ഷേ കിട്ടിയ ചാൻസിൽ അവൻ ഗോൾ അടിച്ചു, ടീമിനെ വിജയിപ്പിച്ചു. അതാണ് അവൻ്റെ പ്രത്യേകത. വിന്നിംഗ് ഗോൾ അവൻ അടിച്ചു. വീണ്ടും ടീമിന് ആ ഒരു ശാന്തത കൊണ്ടുവരുന്ന അവൻ്റെ സാന്നിധ്യമാണ്. അവന് ബോൾ ഹോൾഡ് ചെയ്യുന്ന കാര്യത്തിൽ പലരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു തോന്നുന്നു. നോക്കുക, ഇന്ന് ഒരു ബോൾ പോലും, ഒരു സിംഗിൾ ബോൾ പോലും അവൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. അവൻ ഈ ടീമിൻ്റെ ഭാഗമാണ് എന്നുള്ളതിൽ അവനും അഭിമാനം കൊള്ളുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും 5 ഗോളുകൾ 3 കളികളിൽ നിന്നൊരു വേൾഡ് കപ്പിൽ നോർവേക്ക് വേണ്ടി അടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഞാൻ വിചാരിക്കുന്നില്ല അവൻ ഇങ്ങനെ ഒരു കാര്യം സ്വപ്നം കണ്ടിട്ട് പോലും ഉണ്ടാവുമെന്ന്. ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ഹിം എന്ന് കോച്ച് തന്നെ പറയുന്നു. സോ പൊളിച്ചെടുക്കുകയാണ് ഹാലൻഡ്. അവനെ ബ്രസീൽ ഭയന്നേ പറ്റൂ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.